കഥയുടെ പാർട്ട് 3 ആണ് കേട്ടോ. ഇത് ഞാൻ എഴുതിയതാണ്. ഓക്കെ, വായിക്കാം. അത്രയും നാൾ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന മുത്തശ്ശി കഥകളിലെ ആ പരാജിതൻ ധൈര്യം സ്വരൂപിച്ച് ആമയുമായി തൻ്റെ അവസാന മത്സരത്തിനായി ഒരുങ്ങി. പക്ഷേ ആ മത്സരത്തിന് മുയൽ തന്നെ തോറ്റു. മൃഗങ്ങളുടെ പരിഹാസം സഹിക്കവയ്യാതെ കൊല്യാനിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ആ പരാജിതൻ യാത്രയായി. പരിഹാസങ്ങൾ നിറഞ്ഞ ലോകത്തു നിന്നും സമാധാനമുള്ള സ്വർഗലോകത്ത് എത്തിയപ്പോഴും മുയലിന് വിഷാദഭാവമായിരുന്നു. തല കുനിച്ച് അവൻ മെല്ലെ നടന്നു നീങ്ങി. അതിനിടയിൽ ശാന്തമായി ധാരാളം പേർ ആരെയും ആശ്രയിക്കാതെ സുഖമായി ജീവിക്കുന്നത് കണ്ടു. അങ്ങനെ നടന്ന് അവൻ ഒരു വാതിലിൻ്റെ മുൻപിലെത്തി. അവൻ ചുറ്റും നോക്കി. ആ വാതിലല്ലാതെ മറ്റൊന്നും കാണുവാൻ സാധിച്ചില്ല. അവൻ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ഞാനൊരു തോൽവി എന്ന ചിന്തയിലാണ് അവൻ നടന്നിരുന്നത്. വാതിലിൻ്റെ പടിക്കൽ എന്തൊക്കെയോ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെയാണ് അവൻ നടന്നിരുന്നത്. അവൻ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. തല കുനിച്ചാണല്ലോ നടത്തം. അങ്ങനെ നടക്കുമ്പോൾ താഴെ അവൻ ഭൂമിയിലെ കാഴ്ചകൾ കണ്ടു. അവൻ അത്ഭുതമായി. അവൻ്റെ ഭൂമിയിലെ അവസാന നിമിഷങ്ങൾ മനസ്സിലൊരു മിന്നലുണ്ടാക്കി. അവൻ ആവേശഭരിതനായി കൊല്യാനിപ്പുഴയെ നോക്കി നിന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളോർത്ത് അവൻ്റെ കണ്ണു നിറഞ്ഞു. ആമ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അഹങ്കരിച്ച് ഇരിക്കുന്നുണ്ടാവുമെന്ന് അവന് തോന്നി. ആമ അഹങ്കരിച്ച് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അവൻ നടന്നു നീങ്ങി. എങ്ങോട്ടൊന്നുമില്ലാതെ നടന്നു. അങ്ങനെ നടക്കുമ്പോൾ അവനൊരു അശരീരി കേട്ടു. കോമഡി. അയ്യോ, ഭൂമിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ പുത്ര. 3 പ്രാവശ്യം അവനത് കേട്ടു. പക്ഷെ ആരാണ് പറയുന്നതെന്ന് അവന് മനസ്സിലായില്ലെങ്കിലും അവൻ താഴേക്ക് നോക്കി. മൃഗങ്ങൾ ആരെയോ തിരയുന്നത് പോലെ തോന്നി. അവൻ ആ അശരീരി വീണ്ടും കേട്ടു. ശ്രദ്ധിച്ചു കേൾക്കൂ. അവൻ ആ ശാന്തതയിൽ ആരവങ്ങൾ കേട്ടിരുന്നില്ലേ? കണ്ണടച്ച് ചെവി കൂർപ്പിച്ചിരുന്നു. ഇത് ശരിക്കും എനിക്ക് ഈ സൗണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. ഇവിടെ ഉണ്ടോ? ആമ, ഉത്തേജകം, അങ്ങനെയൊക്കെ ഓരോന്ന്. അങ്ങനെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ കട്ടായിട്ട് ആൾ കേട്ടു. മുറിഞ്ഞു കേട്ട വാക്കുകളിൽ താൻ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ ആകെ നിശ്ചലനായി നിന്നു. അശരീരി കേട്ടപ്പോൾ ഉന്മേഷവാനായ അവൻ ആകാംക്ഷയോടെ ആ വാചകങ്ങൾ കേട്ടു. പുത്ര, നിന്നിൽ നല്ല ഭാവി ഉണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്തിന്? എന്നെ എല്ലാവരും പരിഹസിച്ചു. ഞാൻ ഒറ്റയ്ക്കാണ്. എന്നെ തളർത്തി. അവൻ വിതുമ്പി. അപ്പം അശരീരി പറയാണ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. ആ മത്സരത്തിൽ വിജയിച്ചത് നീ ആയതുകൊണ്ടാണ് എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നത്. ആമ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് അവൻ ജയിച്ചതെന്ന് കാട്ടിലെ എല്ലാവർക്കും മനസ്സിലായി. മുയൽ പൊട്ടിക്കരഞ്ഞു. സമ്മാനവുമായി ആരാധകർ നിന്റെ അടുത്തെത്തിയപ്പോഴേക്കും കൊല്യാനിപ്പുഴയുടെ ആഴങ്ങളിൽ ബാക്കി പറയണ്ടല്ലോ അല്ലേ? മുയൽ തൻ്റെ എടുത്തുചാട്ടമോർത്ത് വിഷമിച്ചു. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. നമ്മൾ എന്തു പ്രവൃത്തി ചെയ്യുന്നു, നല്ലതോ ചീത്തയോ, അതിനുള്ള പ്രതിഫലം നമുക്കുറപ്പാണ്. ഇത് എന്തിനാണ്, എന്ത് മൈൻഡ് സെറ്റിലാണ് ഞാൻ അന്ന് ഇത് എഴുതി വെച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഇന്ന് ഇങ്ങനൊരു സംഭവം എഴുതാൻ പറഞ്ഞാൽ എനിക്കത് വയ്ക്കില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് സ്റ്റഡീസ് ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ടീച്ചിങ് എൻ്റെ സ്കൂളിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് മാത്രമാണ് അന്ന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. അന്നൊരു ചെറിയ പ്രായത്തിൽ ഞാൻ എഴുതിയതാണ്. അതായത് ഞാൻ പഠിച്ചിരുന്നത് ഗാലക്സി എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു കേട്ടോ. ഒരു ചെറിയ സ്കൂളാണ്. അപ്പോൾ കൊറോണയ്ക്ക് വരുന്ന മുന്നെയാണ് 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞത്. ആ ഒരു സമയത്ത് നമ്മളെ ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കാൻ നമ്മളെ ആ സ്കൂള് പഠിപ്പിച്ചു. അതുകൊണ്ടാണ്, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരും, അത് വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരാൻ അങ്ങനെയൊക്കെ പറയും. അന്ന് പിന്നെ ഗൂഗിൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊന്നും അത്ര പോപ്പുലർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളങ്ങ് സ്വന്തം ഉണ്ടാക്കി എഴുതുമായിരുന്നു. ഇന്നെന്താണ്, അങ്ങനെയല്ലല്ലോ. കുട്ടികൾക്ക് ചിന്തിക്കാനുള്ളൊരു ഇതില്ല. അങ്ങനെ ഒരു വിഭാഗം കുട്ടികൾക്ക് പറ്റും, പക്ഷേ കൂടുതൽ പേർക്ക് അങ്ങനെ പറ്റുന്നില്ല. ഈവൻ എനിക്ക് പോലും ഇന്ന് പറ്റുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു 8ാം ക്ലാസ് ആയപ്പോൾ തീരെ ആ കഴിവ് പോയി. ഇങ്ങനെ സ്വന്തം ഉണ്ടാക്കി എഴുതാനുള്ളത് വലിയ ഒരു
ഇതില്ല. അപ്പോൾ ഞാൻ ഈ പഴയതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ഞാനാണോ എഴുതിയത് എന്നെനിക്ക് തോന്നുന്നതാണ്. പിന്നെ 9ാം ക്ലാസ്സിൽ കൊറോണയായി, അപ്പോൾ പിന്നെ പറയും വേണ്ടല്ലോ. പിന്നെ 10ാം ക്ലാസ്സിൽ നോട്ട്സൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അത് വെറുതെ പഠിച്ചു പോയാൽ മതി, സ്വന്തം ഉണ്ടാക്കി എഴുതേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് മാത്രമേ നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മൾ എഴുതുകയില്ല. അപ്പോൾ ആ ഒരു കാലമൊക്കെ ഞാൻ ആലോചിക്കണം, കൊറോണ ആയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുന്നു.